റോമിൽ തനിക്ക് മീതെ ജൂപ്പിറ്റർ ദേവൻ മാത്രമേ ഉള്ളൂ. ജൂലിയസ് സീസറിന്റെ പരസ്യ പ്രഖ്യാപനം റോമൻ സെനറ്റിനെ ആശങ്കയിലാഴ്ത്തി. ഈ വിഷവൃക്ഷത്തെ ഇനിയും പടർന്ന് പന്തലിക്കാൻ അനുവദിക്കാമോ എന്ന് സെനറ്റ് അംഗങ്ങളിൽ കുറെ പേരും ന്യായാധിപന്മാരും രഹസ്യമായി പരസ്പരം ചോദിച്ചു തുടങ്ങി. സീസർ റോമിന്റെ ചക്രവർത്തിയാകാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യും, അവർ പരസ്പരം പറഞ്ഞു. പക്ഷേ ഇക്കാര്യം തുറന്ന് സംസാരിക്കാനോ സീസറിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യാനോ ആർക്കും ധൈര്യമില്ല. സെനറ്റിൽ അസംതൃപ്തി പുകയുകയാണ്. ഒടുവിൽ സീസറിന്റെ എതിരാളികൾ സമാന ചിന്താഗതിക്കാരോട് ആശങ്കകൾ പങ്കുവച്ചു. സാവധാനം ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു. സീസറെ എതിർക്കുന്നവരെ ഒരുമിപ്പിക്കാൻ മുൻകൈ എടുത്തത് ബ്രൂട്ടസ് ആണ്. മാർക്കസ് ജൂനിയസ് ബ്രൂട്ടസ്. പ്രായത്തിൽ സീസറിനേക്കാൾ ചെറുതാണെങ്കിലും ബ്രൂട്ടസിൻ്റേത് ദൈർഘ്യമേറിയ ഒരു രാഷ്ട്രീയ ജീവിതമാണ്. അത് തുടങ്ങിയത് സീസറിന്റെ എതിർചേരിയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയായിരുന്നു. സങ്കീർണമായ ഒരു ബന്ധമാണ് സീസറും ബ്രൂട്ടസും തമ്മിലുള്ളത്. ബ്രൂട്ടസിന്റെ അമ്മ സെർവിലിയയും സീസറും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് അറിയാത്തവരില്ല. ബ്രൂട്ടസ് സീസറിന്റെ മകനാണെന്ന് വിശ്വസിക്കുന്നവർ പോലുമുണ്ട്. മകനോടെന്നത് പോലെ വാത്സല്യത്തോടാണ് സീസർ അയാളോട് പെരുമാറുന്നത് പോലും. ബ്രൂട്ടസ് മിക്കപ്പോഴും സീസറിന്റെ എതിർചേരിയിലായിരുന്നു. കീറ്റോയ്ക്കും പോംബിക്കുമൊപ്പം ബ്രൂട്ടസ് സീസറിനെതിരായി യുദ്ധം ചെയ്തിട്ടുണ്ട്. ഓരോ തവണ പിടിക്കപ്പെടുമ്പോഴും ബ്രൂട്ടസിനോട് സീസർ ക്ഷമിച്ചു. ബ്രൂട്ടസിന് പല ഉത്തരവാദിത്തങ്ങളും സീസർ നൽകി. ചിലതെല്ലാം ബ്രൂട്ടസ് ഏറ്റെടുത്തു. എങ്കിലും അയാൾക്ക് ഒരിക്കലും സീസറോട് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. പരുക്ഷമായ പെരുമാറ്റത്തിനിടയിലും വ്യത്യസ്തമായ ഒരു നീതിബോധം ബ്രൂട്ടസ് കാത്തു സൂക്ഷിച്ചു. അതൊരിക്കലും സീസറുടെ നടപടികളോട് ചേർന്ന് പോകുന്നതല്ല. ബ്രൂട്ടസിന്റെ പിതാവ് ചെറുപ്പത്തിലെ കൊല്ലപ്പെട്ടതാണ്. അമ്മാവൻ കീറ്റോയാണ് ബ്രൂട്ടസിനെ വളർത്തിയത്. കീറ്റോ സ്റ്റോയിസിസം എന്ന വിശ്വാസ സംഹിത പിന്തുടരുന്ന വ്യക്തിയാണ്. മനുഷ്യ നന്മ ധർമ്മബോധത്തിൽ അധിഷ്ഠിതമാണെന്ന സ്റ്റോയിസിസ്റ്റ് ദർശനം കീറ്റോ അനന്തരവനും പകർന്നു നൽകി. സമ്പത്തിനോടും അധികാരത്തിനോടുമുള്ള സീസറുടെ ഭ്രമം ബ്രൂട്ടസിന്റെ ചിന്തകൾക്ക് യോജിച്ചതല്ല. റോമിന്റെ പരമാധികാരിയായി വിരാജിക്കുന്ന സീസറെ പിടിച്ചുകെട്ടാൻ സമയമായി എന്ന വികാരം ബ്രൂട്ടസും കാഷ്യസ് ലോങ്ങിനസും തമ്മിലാണ് ആദ്യം സംസാരിച്ചത്. ലൂപ്പർക്കാലിയ ഉത്സവം നടന്ന ദിവസം റോമൻ ഫോറത്തിലെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ബ്രൂട്ടസും കാഷ്യസും എത്തിയിരുന്നു. ആന്റണി സീസറെ കിരീടം അണിയിച്ചതും അദ്ദേഹം അത് നിരസിച്ചതും അവർ കണ്ടു. ആ സംഭവങ്ങളെ റോമിലൊരു പുതിയ രാജവാഴ്ച കൊണ്ടുവരാനുള്ള സീസറിന്റെ ശ്രമമായിട്ടാണ് അവർ വിലയിരുത്തിയത്. സീസർ തന്റെ 10 വർഷത്തെ ഡിക്റ്റേറ്റർ പദവി ആജീവനാന്ത പദവിയായി ഭേദഗതി ചെയ്തിരുന്നു. രാജ്യത്തെ സംബന്ധിച്ച മുഴുവൻ തീരുമാനങ്ങളും എടുക്കാൻ അധികാരം നൽകുന്ന പദവിയാണ് ഇത്. സൈനിക അടിയന്തരാവസ്ഥ പോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഈ പദവിക്ക് കൂടുതൽ പ്രസക്തി. വൈദേശിക ശക്തികളിൽ നിന്നോ ആഭ്യന്തര എതിരാളികളിൽ നിന്നോ കാര്യമായ എതിർപ്പൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ സീസർ എന്തിന് ഇങ്ങനെ ചെയ്തതെന്ന് ആർക്കും അറിയില്ല.
ബ്രൂട്ടസും കാഷ്യസും സീസറിനെതിരെ ഒരുമിക്കാൻ തീരുമാനിച്ചു. സാഹചര്യങ്ങൾ വിലയിരുത്താനായി അവർ ഒത്തുചേർന്നു. സീസർ റോമിന്റെ രാജാവാകുന്നത് തടയുക, അതിനുവേണ്ടിയാകണം ഇനിയുള്ള ദിവസങ്ങൾ. അവർ തീരുമാനിച്ചു. ഓരോ നീക്കവും രഹസ്യമായിരിക്കണം. ഈ വിവരം പുറത്തറിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് ഊഹിക്കാനാവില്ല. തങ്ങൾക്കൊപ്പം ചേരാൻ ആരെയൊക്കെ ക്ഷണിക്കാം, ആരോടൊക്കെ ചോദിക്കാം എന്നെല്ലാമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാഷ്യസ് ബ്രൂട്ടസിന്റെ സഹോദരി ഭർത്താവാണ്. സെർവേലിയയുടെ മകളുടെ ഭർത്താവ്. ആഭ്യന്തര യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അയാൾ പോംബയ്ക്കും കീറ്റോയ്ക്കുമൊപ്പം സീസറിനെതിരെ പൊരുതി. ഇരുവരും പരാജയപ്പെട്ടപ്പോൾ ഗത്യന്തരമില്ലാതെ സീസറിനൊപ്പം ചേർന്നു. അലക്സാണ്ട്രിയയിൽ നടന്ന യുദ്ധത്തിൽ സീസറിനൊപ്പം കാഷ്യസും പങ്കെടുത്തിരുന്നു. എങ്കിലും തുടർന്ന് സീസറിനോടൊപ്പം അദ്ദേഹം ഹിസ്പാനിയയിലേക്ക് പോകാൻ തയ്യാറായില്ല. പകരം റോമിലേക്ക് മടങ്ങി. റോമിലെത്തിയ കാഷ്യസ് സെനറ്റിന്റെ ഓഫീസിലാണ് പ്രവർത്തിച്ചത്. അവിടെ വെച്ച് സീസറോയും കാഷ്യസും അടുത്ത സുഹൃത്തുക്കളായി. സീസർ രാജാവാകുന്നത് തടയണമെന്ന തീരുമാനം ആദ്യം സീസറോയോട് പറയാമെന്ന് കാഷ്യസ് തീരുമാനിച്ചു. കൂടുതൽ ആളുകളെ ഇതിൽ പങ്കാളികളാക്കണം എന്നാണ് ബ്രൂട്ടസിന്റെ അഭിപ്രായം. താൻ തീർത്തും സുരക്ഷിതനാണെന്നാണ് സീസർ കരുതിയിരുന്നത്. അടുത്ത കാലത്തൊന്നും ആഭ്യന്തര എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. റോമൻ റിപ്പബ്ലിക്കിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തിരക്കിലാണ് ഇപ്പോൾ സീസർ. ഗോളിലെ യുദ്ധം മുതൽ ഓരോ പോരാട്ടങ്ങളിലും 10,000-കണക്കിന് സൈനികർ സീസറിനൊപ്പം പ്രവർത്തിച്ചിരുന്നു. ഇനിയും പല പടയോട്ടങ്ങളും നടത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. സൈനികരുടെ ക്ഷേമത്തിലും തൃപ്തിയിലുമാണ് തന്റെ സുരക്ഷിതത്വമെന്ന് സീസർ കരുതി. സൈനികർക്ക് വേണ്ടി അവതരിപ്പിച്ച ഭൂപരിഷ്കരണ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് സീസർ ഇപ്പോൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യുദ്ധത്തിൽ തകർക്കപ്പെട്ട നഗരങ്ങളായ കാർത്തേജിനെയും ഗോരന്തിനെയും പുതുക്കാൻ സീസർ തീരുമാനിച്ചു. അതിലൂടെ അവ തന്ത്രപ്രധാനമായ താവളങ്ങളായി മാറും. റോമൻ റിപ്പബ്ലിക്കിൽ പുരാതന ലാറ്റിൻ നിയമങ്ങൾ തിരിച്ചു കൊണ്ടുവരണം എന്ന അഭിപ്രായക്കാരനാണ് സീസർ. ഇറ്റലി ഉൾപ്പെടുന്ന ലാറ്റിൻ പ്രവിശ്യയുടെ മേധാവിത്വം രാജ്യത്തിലാകെ നടപ്പിലാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇതിനുള്ള പരിശ്രമങ്ങളും ആരംഭിച്ചു. അലക്സാണ്ട്രിയയിൽ ഉള്ളതുപോലെ ഒരു ലൈബ്രറി റോമിൽ പണിയാൻ സീസർ നിർദ്ദേശം നൽകി. ഈജിപ്തിൽ കണ്ട പല പരിഷ്കാരവും സീസർ റോമിലും നടപ്പാക്കാൻ ശ്രമിച്ചു. ഈജിപ്ഷ്യൻ രാജ്ഞിയായ ക്ലിയോപാട്ര റോമിൽ തന്നെയുണ്ട്. ലൂപ്പർക്കാലിയ ഉത്സവം നടന്നപ്പോൾ മാർക്ക് ആന്റണി സീസർ അണിയിച്ച കിരീടം പോലും ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നതെന്നതാണ് സീസറോയുടെ പരിഹാസം. സീസറിന്റെ വില്ലയിൽ ക്ലിയോപാട്ര താമസിക്കുന്നുണ്ട്. ഈജിപ്തിലേക്ക് അവരുടെ ദൂതന്മാർ നിരന്തരം പോയി വരികയും ചെയ്യുന്നു. റോമിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലും മറ്റും ഈജിപ്തിലെ കലാകാരന്മാരും ശില്പികളും പങ്കെടുക്കുന്നുണ്ട്. ഔപചാര കാര്യങ്ങൾക്കായി സീസറോ ഉൾപ്പെടെയുള്ള സെനറ്റർമാർ സീസറിന്റെ വില്ലയിൽ എത്താറുള്ളവരാണ്. ക്ലിയോപാട്രയ്ക്ക് അവർ നിയമോപദേശം നൽകി വരുന്നു. സീസർ എന്തെങ്കിലും ഭീഷണി നേരിടുന്നതായി ക്ലിയോപാട്രയും ചിന്തിക്കുന്നില്ല.